ദിവസം കൊണ്ട് ഒരാഴ്ച ട്രിപ്പ് പോയി കാണിച്ചിട്ടുണ്ട് ആൾക്കാർ. കഴിക്കാനും പുള്ളാണ് ഒന്നും സംഭവിക്കില്ല. ഓട് ഓട് ഓട്. Hey guys, good morning. This is day 2 from Wayanad and ഇന്ന് ഞാൻ ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് like I just got ready which I just got up, washed my face and got ready, and what I could see is that we are covered in full fog and ഞാനിത് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. Now the time is just 6:30 and ഈ വെളിച്ചം നിങ്ങൾ കണ്ടോ, it is like 8 or 7 in the morning. So now day 2 is about exploring Wayanad. So guys, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ റഫായിട്ട് ഒരു റൂം ടൂറും ഹോട്ടൽ ടൂറൊക്കെ കാണിച്ചു തന്നു. സോ ഐ വിൽ ഗിവ് യു എ റഫ് കൈൻഡ് ഓഫ് റോ ഇൻഫർമേഷൻ. സോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ദ ഗേറ്റ്. അവിടെ കാണാൻ പറ്റില്ല, ദാറ്റ്സ് ദ ഗേറ്റ്. സോ നമ്മൾ ഗേറ്റിൻ്റെ അകത്തു നിന്ന് വരുമ്പോൾ താഴെ ഈ ഹോട്ടലിൻ്റെ ഓണർ താമസിക്കുകയാണ്. ദേ ആർ സ്റ്റേയിങ് ഡൗൺ സ്റ്റെയർസ്. സോ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് വഴി വി ഹാവ് ടു കം അപ്പ് സ്റ്റെയർസ് ആൻഡ് ഇഫ് യു കം ദർ ഇസ് എ സ്മോൾ കോറിഡോർ ഓവർ ഹിയർ. ആൻഡ് നമ്മൾ ഈ കോറിഡോർ വഴി വരുമ്പോൾ on the right side of this corridor we get a space to sit and eat. and നമ്മൾ അകത്തേക്ക് വരാണെങ്കിൽ we have a small reception here. sofa sets ഒക്കെ ഉണ്ട്. you have a small reception over here and ഇവിടെ സ്യൂട്ട് റൂംസ് ആണ്. ഗ്രീൻ സ്യൂട്ട്, പീകോക്ക് സ്യൂട്ട് ആൻഡ് ഞങ്ങൾ താമസിക്കുന്ന ഗോൾഡ് സ്യൂട്ടിലാണ്. all the 4 suite rooms are in the downstairs. So let's get ready and make our move. Already it is around 7:30. ഇനി നമ്മൾ ലേറ്റ് ആക്കാൻ പാടില്ല. we have a lot more places to roam in Wayanad today. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. let us make our move towards outside. സോ അങ്ങനെ നമ്മൾ എടക്കൽ കേവ് എത്താറായി. ഇനി ഒരു 4.2 കിലോമീറ്റേഴ്സ് ഉണ്ട്. കുറച്ച് കയറ്റമാണ്. ഒരു ചെറിയ ഹില്ലിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറണം. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ 1.5 കിലോമീറ്റേഴ്സ് വാക്കിങ്ങിൽ കുറച്ച് ട്രെക്കിംഗ് മാതിരിയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. സോ ഗൈസ്, നമ്മൾ എടക്കൽ കേവ്സിൻ്റെ എൻട്രൻസ് കയറി. ഇനി ഒരു 800 to 900 മീറ്റേഴ്സ് അകത്തേക്ക് പോകണം. പാർക്കിംഗ് ലോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈച്ച് കാറിന് അവർ പാർക്കിംഗ് ലോട്ട് അവർ കൊടുക്കുന്നുണ്ട്. സോ ഗൈസ്, അങ്ങനെ എടക്കൽ കേവിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി. അപ്പോൾ ഈ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് കൗണ്ടറിലേക്ക് അറൗണ്ട് 900 മീറ്റർ ഉണ്ടെന്ന് അവർ പറയണേ. സോ ഇങ്ങനെ മുകളിലേക്ക് കോൺക്രീറ്റ് ഒരു റോഡ് മാതിരി ഒരു വഴി ഇട്ടിട്ടുണ്ട്. 900 മീറ്റേഴ്സ് മുകളിലേക്ക് നമ്മളിങ്ങനെ സ്റ്റീപ്പ് റോഡിൽ നടന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ വരും. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എത്ര അവർ പറഞ്ഞേ 200 മീറ്ററാണ്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് 200 മീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കേവ് എത്തും. ഇത് വലിയൊരു ഹില്ലാണ്. നമ്മൾ ഈ ഹില്ലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി അവിടെ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് പിന്നെ മുകളിൽ പോയാലേ കേവ് എത്തുള്ളൂ. ഈ സ്റ്റീപ്പ് ക്യാമറയിൽ മനസ്സിലാവില്ല, ബട്ട് ഭയങ്കര ഒരു ഹൈലി എലിവേറ്റഡ് ഒരു സ്റ്റീപ്പാണ്.
ബട്ട് ഇപ്പോൾ ഈ ഏരിയയിൽ വൈൽഡ് ആനിമൽസ് ഒന്നും ഇല്ല. അപ്പോൾ കുറച്ച് ജനങ്ങളൊക്കെ താമസിക്കാൻ വൈൽഡ് അനിമൽസ് ഒക്കെ മുമ്പ് ഉണ്ടായിരിക്കും. മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ആൾക്കാരൊക്കെ സിവിലൈസേഷൻ ആയപ്പോൾ. പിന്നെ രണ്ട് സൈഡിലും വയനാട്ടിലെ ട്രഡീഷണൽ ഐറ്റംസ് ആണ്. തിരിച്ചു പോകുമ്പോൾ എല്ലാ കടലും ഇവിടെ കുറേ സ്റ്റാൾസ് ഉണ്ട്. ഓരോ സ്റ്റാൾസിലും അവർ ഇവിടെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും പിന്നെ അപ്പം തന്നെ ഫ്രഷ്ലി ഗ്രൈൻഡഡ് കോഫി പൗഡർ എല്ലാം ഉണ്ട്. ഇവിടെ കുറേ കോഫിയുടെ പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, കോഫി സീഡ്സൊക്കെ ഉണക്കിയിട്ട് അവരത് പൊടിച്ച് ഫ്രഷ് ആയിട്ട് തരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഞങ്ങൾ അകത്ത് കയറി ടിക്കറ്റൊക്കെ എടുത്ത്. അപ്പോൾ 2 കേവ് ഉണ്ട്. അതിൽ താഴത്തേലും നമുക്ക് പെർമിഷൻ ഇല്ല. ഇങ്ങനെ കല്ലുകൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ സ്റ്റെപ്സാണ് പാറകളുടെ ഇടയിൽ കൂടെ. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവരല്ലേ. ഭയങ്കര ഷാർപ്പ് സ്റ്റോൺസ് ആണ് ഇത്, പ്രോപ്പർ സ്റ്റെപ്സ് അല്ല. സോ അതുകൊണ്ട് അവർ ഒരാൾക്ക് കയറുന്ന മാതിരി അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കല്ലുകൊണ്ട്. സ്റ്റീപ്പ് സ്ലോപ്സ് ആണ്, നിങ്ങൾക്ക് ക്യാമറയിൽ മനസ്സിലാവില്ല, ബട്ട് ഭയങ്കര സ്റ്റീപ്പ് സ്ലോപ്സ് ആണ്. ഇത് കയറുമ്പോഴേക്കും ശ്വാസം മുട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ക്യാമറ ഒരിക്കലും ജസ്റ്റിസ് ചെയ്യില്ല. ഇത്രയും വലിയ പാറ നമ്മുടെ മുകളിലുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പം നമുക്ക് കേവിലേക്കുള്ള റൂട്ടുള്ളത്. സോറി, ഭയങ്കര ബ്രീത്ത് ഭയങ്കര ഹോൾഡാവുണ്ട്. ഹോ നോക്കവിടെ, അവിടെ നമുക്ക് ക്യാമറ പിടിച്ചുകൊണ്ട് കയറാൻ പറ്റില്ല. ഭയങ്കര കുഞ്ഞ് സ്റ്റെപ്സാണ്, അവിടെ കയറാൻ പറ്റില്ല നമുക്ക്. ഇത് കയറിയിട്ട് ഞാൻ വ്ളോഗ് ചെയ്യാം. സോ ഗൈസ്, ഞങ്ങൾ ഈ ചെറിയൊരു വഴി കൂടെയാണ് കയറി വന്നത്. ഞാൻ കാണിച്ചില്ലേ മുമ്പത്തെ ഫൂട്ടേജിൽ. ഈ ചെറിയൊരു വഴി കൂടെ ആകെ ഒരു 10 സ്റ്റെപ്സേ ഉള്ളൂ. 10 സ്റ്റെപ്സ് ഒരു കാല് പോലും വെക്കാൻ തികയില്ല. അത്രയും കുഞ്ഞു സ്റ്റെപ്സാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റീൽ ഗേറ്റ് മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫാബ്രിക്കേറ്റ് ചെയ്ത്. നമ്മൾ ഈ ഗേറ്റിൻ്റെ അകത്ത് കൂടെയാണ് പോയി കഴിഞ്ഞാൽ കേവ് വരുന്നത്. സോ നമ്മൾ വന്ന വഴി ഇതാണ്. ഈ ഒരു ചെറിയ ഗേറ്റിൽ കൂടെയാണ് നമ്മൾ വന്നത്. പാറ എല്ലാം ഒരു ബാലൻസിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ എല്ലാം റോക്ക് ഫോർമേഷനാണ്. ഇതൊക്കെ ഇവിടെ ലൈറ്റില്ല ശരിക്കും. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു സീനാണ് ഇവിടെ. ഒരുപാട് പാറകൾ ഡിഫറെൻറ്റ് ഷേപ്പിൽ എല്ലാം ഒരു ബാലൻസിൽ ഇരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ വന്ന ഈ ഗ്യാപ്പ് കൂടെയാണ്. ഇവിടെ ഒരു ചെറിയ സ്റ്റെയർ കേസ് മാതിരി ഉണ്ടാക്കി. ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. നമ്മളിപ്പോൾ കയറി വന്ന ചെറിയ സ്റ്റെപ്സ് ഇതാണ്. നമ്മൾ ഇപ്പുറത്തു നിന്നാണ് കയറി വന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കയറി വന്നു മുകളിലേക്ക്. അപ്പോൾ എക്സിറ്റ് നമ്മൾ അപ്പുറത്ത്. The smile of yours, I'm never sad no more. When you're getting close, what are we waiting for? I tried to stop your bomb, but it detonated. And I can't. ഇങ്ങനത്തെ ഒരു സ്റ്റെയർ കേസ് അടുത്ത കേബിലേക്ക് താഴെ ഇറങ്ങുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഭയങ്കര സ്ലോപ്പാണ്. സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ ഭയങ്കര സൂക്ഷിക്കണം, ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി ഡേഞ്ചറസ്.
അപ്പം നമ്മളങ്ങനെ കുറച്ചായിട്ട് ഇപ്പോൾ എക്സിറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടതൊക്കെ എടക്കൽ കേവ്സ് ആണ്. എടക്കൽ കേവ്സിൽ ഒരുപാട് ഏൻഷ്യൻ കാർവിങ്സും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏൻഷ്യൻ 30,000 ഇയേഴ്സ് മുമ്പ് ഒരു എർത്ത്ക്വിക്കിൽ ഫോം ആയ ഒരു കേവാണിത്. സോ ഞങ്ങൾക്കവിടെ ഒരു അപ്പോൾ അവർ യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജിൻ്റെ പേരാണ് പ്രാകൃതി. ഇതൊരു ഏൻഷ്യൻ ലാംഗ്വേജ് ആണ്. ഇത് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജാണ് പ്രാകൃതി ലാംഗ്വേജ്. സോ ആ ലാംഗ്വേജ് യൂസ് ചെയ്ത് അവർ ഏൻഷ്യൻ കാർവിങ്സ് ചെയ്ത ഫുട്ടേജസാണ് നിങ്ങൾ കണ്ടത്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മസ്റ്റ് വിസിറ്റ് ഏരിയ ആണ്. വയനാട് വന്നാൽ നിങ്ങൾ ഇത് ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ആൻഡ് എ ഗുഡ് സ്പോട്ട് ടു വിസിറ്റ്. കുറേ കേവ്സ്, എല്ലാ കേവ്സും ഇന്ത്യയിൽ ഒരുപാട് കേവ്സ് ഉണ്ട്. ഓരോ കേവ്സും ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇൻ ദർ ഓൺ വേ. സോ നിങ്ങൾ മുമ്പ് കേവ്സ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ കേവ് നിങ്ങൾ മിസ് ചെയ്യരുത്. യു മൈറ്റ് experience and see new things which you have not seen in other caves in India. And so നിങ്ങളത് വിസിറ്റ് ചെയ്യണം. സോ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ ആ എക്സിറ്റിൽ നിന്ന് നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് ഒരു കുറച്ച് നമ്മൾ സ്റ്റീപ്പായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. സോ ഇങ്ങനെ ഒരു പാറയും രണ്ടാമത്തെ പാറയുടെയും ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പാണ് അവർ കൊടുത്തേക്കണത്. ഈ ഗ്യാപ്പിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. ഓക്കെ സോ നമ്മൾ കയറിയ വഴി ഇതാണ്. നമ്മൾ കയറിപ്പോയത് ഈ വഴിയാണ്. നമ്മൾ ഇറങ്ങുന്നത് നമ്മൾ ഈ വഴിയാണ്. നമ്മളിങ്ങനെ ഇറങ്ങുന്നത് ഈ വഴി ഇറങ്ങി വി ആർ ഗോയിങ് ടു ജോയിൻ ദ സെയിം റൂട്ട് ആസ് വി കെയിം അപ്സ്റ്റേഴ്സ്. സൂപ്പറുണ്ട്. ഇത് 50 രൂപ, അത് 100 രൂപ എന്ന് വെച്ചാൽ ഒരു വർഷം ഗ്യാരണ്ടിയാണ്. എത്ര ഗ്രാം? അത് 125 ഗ്രാം ഉണ്ടാവും. ഇത് 50 ഗ്രാം. Okay, ഇത് granules. Tea granules. This is dusted. So it's quality number 1, number 2. Tea granules. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോൾസ് കാണാൻ പറ്റും ഓൺ ദ വേ. സോ നിങ്ങൾ ഇവിടെ വരാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സഹായമായിരിക്കും. കാരണം ഇപ്പോൾ ഇത്രയും നാളായിട്ട് ലോക്ക്ഡൗണൊക്കെ കാരണം ഇവിടെ എല്ലാം ബിസിനസ്സെല്ലാം അടച്ചു കിടക്കായിരുന്നു. സോ അവരൊക്കെ പറയുന്നത് കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കഷ്ടം തോന്നും. മതി, ജസ്റ്റ് സപ്പോർട്ട് ദം ഗെറ്റിംഗ് ദെയർ പ്രോഡക്ട്സ്. ഇവിടെ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ കിട്ടും, പക്ഷെ നമുക്ക് ആവശ്യമുള്ളതൊന്നും ആയിരിക്കില്ല. ജസ്റ്റ് ടു സപ്പോർട്ട് ദം. ഇഫ് യു ആർ വില്ലിങ് യു ക്യാൻ കം ഹിയർ ആൻഡ് പർച്ചേസ്. ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും എല്ലാം ഉണ്ട്. ഇഫ് യു ആർ എ ചോക്ലേറ്റ് ലവർ ആൻഡ് ഇഫ് യു ആർ ഹാവിങ് എ സ്വീറ്റ് ടൂത്ത് യു ക്യാൻ കം ആൻഡ് ഗിവ് എ ട്രൈ. ഒരുപാട് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ട് ഇവിടെ. സോ യു ക്യാൻ ട്രൈ ഓൾ ദാറ്റ്. ഇതെന്ത് ചോക്ലേറ്റ്സ് ആണ്? മിക്സ്ഡ് ചോക്ലേറ്റ്സ് ആണിത്. ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആർ ഗുഡ്. ഇത് ചോക്ലേറ്റ് അല്ല, വിത്തൗട്ട് നട്ട്സ്. മിൽക്ക് ചോക്ലേറ്റ്. ടേസ്റ്റ് വെരി ഗുഡ്. നിങ്ങൾ വരാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഹാവ് എ ട്രൈ. പിന്നെ തേൻ നെല്ലിക്ക. ഓ, തേനിൽ നെല്ലിക്ക മുക്കിയിടോ? അല്ല, ഉപ്പിലിട്ട നെല്ലിക്ക മതി, തേനിലിട്ട നെല്ലിക്ക. വാവ്, ഇത് മറ്റേ ചെറി, സെയിം ചെറി. മറ്റേ നമുക്ക് ചെറി 50 രൂപയ്ക്ക് 6 ആംലാസ്. യു ഗെറ്റ് 6 ആംലാസ്. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയാണ് മേടിച്ചത്? നാടൻ കൊടംപുളി ഇവിടെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന്. പിന്നെ നമ്മൾ ടീ, ഇവിടുത്തെ എസ്റ്റേറ്റിൽ ടീ കോഫി പൗഡർ മേടിച്ചു. കോഫി പൗഡർ. പിന്നെ തേൻ നെല്ലിക്ക. പിന്നെ നമ്മൾ വാങ്ങിച്ചതാണ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്. പിന്നെ അങ്ങനെയുള്ള, പിന്നെ നമ്മൾ മുളയരി, ബാംബൂ റൈസ്. ജസ്റ്റ് സ്മെൽ ചെയ്തു. ഭയങ്കര സ്ട്രോങ് അല്ലേ? എന്താ ലിക്വിഡ്? എന്താ ഇത്? ഒരു മരത്തിന്റെ ഇല എടുത്ത്, ആ മരത്തിന്റെ ഇല എടുത്ത് മാറ്റുന്നത്. ആ വലിയൊരു മരം കണ്ടോ? എടുത്ത് മാറ്റുന്നത്. ഓഹോ ഗൈസ്, അപ്പോൾ നമ്മൾ
KFC ഇറങ്ങി. ഞങ്ങൾ KFC ഇറങ്ങി. നമ്മൾ ചായ കുടിച്ചു. കുറച്ചേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇറങ്ങി. ടൈം ഏകദേശം 11:50 ആയി. അപ്പോൾ ഓൾമോസ്റ്റ് പറയാൻ നമുക്ക് ഹാഫ് ഡേ തന്നെ നമ്മുടെ KFC തന്നെ സ്പെൻഡായി. അത്രയും കാണാനുണ്ടായിരുന്നു. പ്ലസ് അത്രയും ഡിസ്റ്റൻസ് നമുക്ക് മുകളിൽ കയറേണ്ട ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ടൈമായി, ഹാഫ് ഡേ ആയി. സോ അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനാണ് കാന്തമ്പാറ അല്ലേ? കാന്തമ്പാറ വാട്ടർഫോൾസ്. ഇവിടുന്ന് 22 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഏകദേശം 1.5 hours കാണിക്കുന്നുണ്ട് അവർ. The smile of yours, I'm never sad no more. When you're getting close, what are we waiting for? I tried to stop your bomb, but it detonated. And I can't know how you feel. Damn, I hate it. I'm gonna try to find the light from the sun when I'm underwater. ഗൈസ്, അപ്പോൾ നമ്മൾ ആ KFC ഡയറക്റ്റ് ഒരു 20-25 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് നമ്മൾ കാന്തമ്പാറ എത്തി. അവിടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സ്ട്രീം ഒഴുകി വരുന്നുണ്ട്. ക്രൗഡ് ഉണ്ടല്ലോ നല്ലോണം. ഒരുപാട് ഫാമിലീസാണ് ഇവിടെ കൂടുതൽ നല്ല ടെമ്പറേച്ചർ ഉണ്ട്, നല്ല ചൂടാണ്. ഇപ്പോൾ ഡയറക്റ്റ് സൺഷൈൻ നമ്മുടെ മേത്തേക്ക് അടിക്കുകയാണ്. കാന്തമ്പാറ വാട്ടർഫോൾസ് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ ബാനാസുര സാഗർ ഡാം എത്തി. ആൻഡ് വി ട്രാവൽഡ് അറൗണ്ട് 25 കിലോമീറ്റേഴ്സ് ഫ്രം മേപ്പാടി. കന്തൻപാറ മേപ്പാടിയിൽ നിന്ന് നമ്മൾ 25 to 30 കിലോമീറ്റേഴ്സ് വന്നു. സോ അവിടുന്ന് വന്നിപ്പോൾ നമ്മൾ ബാനാസുര സാഗർ ഡാമാണ്. സോ ഗൈസ്, വി ആർ ഇൻ വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ഡാം. ഗൈസ്, ഇതാണ് ബാനാസുര സാഗർ ഡാം. ഇറ്റ് ഈസ് റിയലി വെരി പ്ലസൻറ്റ് ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും കാണാൻ. സോ ഇതാണ് വ്യൂ താഴത്തേക്കുള്ളത്. ഇപ്പുറത്ത് ഡാമും ഇപ്പുറത്ത് താഴെ സ്റ്റീപ്പായിട്ട് പോകുന്നുണ്ട് താഴേക്ക്. സോ നമ്മൾ തിരിച്ചു പോകുന്ന വഴി ആ വഴിക്ക് ഇങ്ങനെ താഴെ നമ്മൾ ഇറങ്ങി ആ റോഡ് വഴി ഇങ്ങനെ ജോയിൻ ചെയ്ത് അങ്ങനെ നമ്മൾ പോകും. പിന്നെ അവിടെ നിന്ന് ഒരു കയറ്റവും ഇറക്കമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് പോയാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് എത്തും. സോ ഇത് ഏകദേശം 1 കിലോമീറ്റർ ഓളം ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് അവർ പറയണത് ഫ്രം ദാറ്റ് പോയിന്റ് ടു ദ എൻട്രൻസ് ഓഫ് ബാനാസുര സാഗർ ഡാം. ഇതെല്ലാം ഞാൻ എൻ്റെ ഫോൺ വഴിയാണ് ഷൂട്ട് ചെയ്യണത്. ബിക്കോസ് എൻ്റെ ക്യാമറയിൽ ലോ ബാറ്ററി ആയിപ്പോയി. ഞാൻ ഫുൾ ചാർജ് ചെയ്തിരുന്നതാണ്, ബട്ട് ഇറ്റ്സ് ലോ ബാറ്ററി നൗ. സോ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ് ടു മാനേജ് ദ ബാറ്ററി പ്രോപ്പർലി ത്രൂ ഔട്ട് ദ ഡേ. സോ ഗൈസ്, അങ്ങനെ ബാനാസുര സാഗർ ഡാം നമ്മുടെ വിസിറ്റിംഗ് കഴിഞ്ഞു. ആൻഡ് വി ആർ ഹെഡിങ് ബാക്ക് ടുവേർഡ്സ് എൻട്രൻസ്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ കുറേ ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി മൈ camera battery is low, so I have to shut down the DSLR video now, and maybe I'll be vlogging in my phone. So just enjoy the video. The touch of yours, it's what I've been looking for. When you say my name, I just wanna feel you more. I tried to read your book, but it's too complicated, and I can't know how you feel. Damn, I hate it. I'm gonna try to find the light from the sun when I'm underwater.
I'm never sad no more. When you're getting close, what are